സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അർജുന, അഥവാ ധർമ്മയുക്തമായ ഈ യുദ്ധം നീ ചെയ്തില്ലെങ്കിൽ അതുമൂലം സ്വധർമ്മവും കീർത്തിയും കൈവിട്ടു പാപമായിരിക്കും നീ സമ്പാദിക്കുക. ഇനി ഇങ്ങനൊരു അവസരം വന്നു, അത് ഉപയോഗപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്റെ സ്വധർമ്മത്തിൽ നിന്ന് നീ മാറിപ്പോയി. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മവാസനകൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇപ്പോൾ പാട്ട് പാടാൻ ജനിച്ചൊരാളാണ് പാട്ട് പാടണം. ഇപ്പോൾ യേശുദാസിൻ്റെ സ്വധർമ്മം എന്താ? ഗായകൻ. ടെണ്ടുൽക്കറിൻ്റെ ആണെങ്കിലും ക്രിക്കറ്റ് കളിക്കാം. ടെണ്ടുൽക്കർ പോയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറായി പോയാലും ചിലപ്പോൾ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ കാണിച്ചു. കാരണം ഉള്ളിലുള്ളത് അതാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. പലർക്കും പല കഴിവുകളുണ്ടാവും. അപ്പോൾ ചിലർക്കുണ്ട് ചില കഴിവ് പ്രകടമായിട്ടിരിക്കും, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. പണ്ട് ഈ സിനിമാ നടൻ ജനാർദ്ദനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ നടനായിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കറിഞ്ഞോട്, എനിക്ക് ആ കൂടി ഇതേ അറിയും. അങ്ങനെയുണ്ട്. ചിലർ കർമ്മവാസനകൾ ഇല്ലെങ്കിൽ ചിലത് ജോലി കണ്ടു. ഇപ്പോൾ എല്ലാവരും MBA ചെയ്യണം, ഞാനും MBA ചെയ്യണം. എനിക്ക് ചിലപ്പോൾ അങ്ങനത്തെ കഴിവേ ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ കളിക്കാൻ ജനിച്ച ആളായിരിക്കും. പക്ഷെ ഞാൻ അവിടെ കയറി കഴിഞ്ഞാൽ ജോലി ചെയ്യും, ശമ്പളം വാങ്ങും, പക്ഷെ അവിടെ ശോഭിക്കാൻ പറ്റില്ല. നമ്മളെ സ്വധർമ്മം എന്താണ് അവിടെ നമ്മൾ നാച്ചുറലി ശോഭിക്കും. അർജുനൻ്റെ സ്വധർമ്മം ഫൈറ്റ് ചെയ്യലായിരുന്നു, യുദ്ധം ചെയ്യലായിരുന്നു. അതുകൊണ്ട് അർജുനൻ അത് നാച്ചുറലായിട്ട് വന്നു ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, നീ സ്വധർമ്മത്തിൽ നിന്ന് മാറി നിന്റെ കീർത്തി ഇല്ലാണ്ട് പ്രശസ്തി. അർജുനൻ വലിയ ഫൈറ്ററൊക്കെ ആയിരുന്നു, പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ ആളെ കണ്ടില്ല. പണ്ടത്തെ ആൾക്കാർക്ക് ദുഷ്കീർത്തി പറഞ്ഞാൽ മരണത്തിനേക്കാളും ഭയാനകമാണ്. പേര് വേണം. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. പ്രശസ്തി അതെങ്ങനെയാവും? കർമ്മങ്ങളിലൂടെ നേടിയെടുക്കുക. അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വന്നു ചെയ്യും. അതാണ് അവരുടെ പ്രശസ്തി. പ്രശസ്തിക്കായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല. പ്രശസ്തിക്കായിട്ടൊന്നും ചെയ്യും. എവിടെയെങ്കിലും പോയിട്ട് ഒരാൾക്കൊരു 2 രൂപ കൊടുക്കണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കില്ല, വേറെ ആളെ കൊണ്ട് ഫോട്ടോ എടുക്കും, ഫേസ്ബുക്കിലിടും. ഇന്നത്തെ ദിവസം ഞാൻ ധർമ്മത്തിനായിട്ട് വിനിയോഗിച്ചു. അവിടെ നിന്നിട്ട് എത്ര ലൈക്ക് വന്നു, അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. അത് സ്വധർമ്മം. അത് അഹങ്കാരത്തിനെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്നത് ഈഗോ ബൂസ്റ്റപ്പാണ്. നമുക്ക് ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷേ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കണം, ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നു അതോ ഞാൻ ലോകത്തിനെ അറിയിക്കാൻ ചെയ്യുന്നു? ആക്ച്വൽ പർപ്പസ് എന്താണ്? ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ലോകത്തിനെ അറിയിച്ചു. എന്തിനാ ലോകത്തിനെ അറിയിക്കുന്നത്? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും പറയും, നല്ല നല്ല കാര്യങ്ങൾ വളരെ കുറവേ പറയും. അപ്പം ഞാനൊരു നല്ല കാര്യം ചെയ്തു, നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞോട്ടെ, അത് ചെയ്യാമല്ലോ. അത് കാണുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ പറഞ്ഞു, ധർമ്മയുക്തമായ ഈ യുദ്ധം, ധർമ്മത്തിന് വേണ്ടി നമ്മളുടെ സ്വരൂപത്തിലേക്ക് എത്താനുള്ള ഈ കർമ്മങ്ങൾ നീ വേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിൽ സ്വധർമ്മത്തിൽ നിന്ന് മാറിപ്പോകും. കീർത്തിയില്ലാതെ പിന്നെ പാപം സമ്പാദിക്കും. പാപം, പുണ്യം പാപം 2 വാക്കുകളാണ്. ക്രിസ്ത്യാനികളുടെ പാപമല്ല ഹിന്ദുക്കളുടെ പാപം, ക്രിസ്ത്യാനികളുടെ പുണ്യമല്ല ഹിന്ദുക്കളുടെ പുണ്യം. ഇത് രണ്ടുമുണ്ട്. മതങ്ങളിലൊക്കെ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊടുക്കുന്നു, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റുകൾ, അവരുടെ ആചാര സംഹിത. അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുണ്യം പാപമൊക്കെയാണ്. അപ്പോൾ ഇത്ര കാലം പുണ്യം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ വിധി ഇല്ല, ജഡ്ജ്മെൻറ്റ് എന്താ പറയുക, ഖയാമത്ത് കാ ദിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു. ഖയാമത്ത് കാ ദിൻ വരുമ്പോൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് അക്കൗണ്ട് നോക്കിയിട്ട് പാസ്പോർട്ട് അയച്ചു തരും, നീ ഇങ്ങോട്ട് പോയിപ്പോൾ നീ ഇങ്ങോട്ട്. നമുക്കങ്ങനെയൊന്നുമില്ല. നമുക്കൊരു യാത്രയാണ്. യാത്രേൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകൾ മാത്രമാണ് പുണ്യവും പാപവും. കർമ്മങ്ങളുടെ മനോഭാവമാണ് പുണ്യത്തിനെയും പാപത്തിനെയും തീരുമാനിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ പുണ്യകർമ്മം എന്ന് പറയാൻ എന്നിട്ട് അങ്ങനെ കർമ്മമില്ല. അന്നദാനം ചെയ്യുന്ന പുണ്യകർമ്മമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അന്നദാനം ചെയ്യുമ്പോൾ 4 ആളെ മുന്നിൽ ഷട്ടൊന്നൊരു എന്താ രുദ്രാക്ഷകട്ടം ഇങ്ങനെ ഊതി മാലിട്ടിട്ടാണ് പറഞ്ഞത്, ഭയങ്കര ഉഷ്ണം, ഇങ്ങനെ ഇങ്ങനത്തെ അതൊക്കെ കാണിച്ച് ഞാൻ ഡൊണേഷൻ കൊടുത്തുകൊണ്ടല്ലേ നിങ്ങൾ ഊണ് കഴിച്ച്, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അങ്ങനത്തെ ആൾക്കാർ. പാപകർമ്മം, അയാൾ ചെയ്തത് പുണ്യകർമ്മമാണ്, മനോഭാവം പാപകർമ്മമാക്കി മാറ്റി. ചിലർക്ക് ഇതൊന്നും ചെയ്യാണ്ടാവില്ല. അവർ വന്നിട്ട് എനിക്കൊന്ന് അമ്പലത്തിലൊന്നും ചെയ്യാമല്ലോ, ഒക്കെ എന്നൊന്ന് അടിച്ചു വാരി തുടയ്ക്കാം, ഓള് ദൈവത്തിൻ്റെ അല്ലേ, ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ വിധത്തിലൊന്ന് വൃത്തിയാക്കട്ടെ. അയാളത് ചെയ്തിട്ട് മിണ്ടാതെ പോയി. പുണ്യകർമ്മം. അയാളൊന്നും പ്രതീക്ഷിച്ചില്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പുണ്യകർമ്മം മനോഭാവമാണ് പുണ്യവും പാപവും തീരുമാനിക്കുന്നത്. പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദുഃഖങ്ങൾ കൊണ്ടുവരുന്നു. ഏതൊരു കർമ്മത്തിൻ്റെ പരിണത ഫലമായിട്ട് ദുഃഖങ്ങൾ വരുമ്പോൾ അതൊക്കെ പാപകർമ്മം.
അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതിൽ പുറമേക്ക് സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഇപ്പോൾ ഈ ഡൊണേഷൻ കൊടുത്ത കാര്യം പറഞ്ഞ പോലെ അഹങ്കാരം ചേർന്ന കർമ്മങ്ങളൊക്കെ ദുഃഖഫലങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എന്താവും, ചെയ്യുന്ന സൽക്കർമ്മമാണെങ്കിൽ പോലും പാപകർമ്മമായിട്ട് മാറും. ഫലത്തിനന്വേഷിച്ച് നമ്മളെ മനോഭാവം ശരിയാണെങ്കിൽ എല്ലാ കർമ്മവും പുണ്യകർമ്മമായിട്ട് വരും. ഇവിടെ അർജുനൻ വന്നത് യുദ്ധം ചെയ്യാനും ആളെ കൊല്ലാനും തന്നെയാണ്. ആ കൊല്ലുന്നത് പുണ്യകർമ്മമായിട്ട് മാറും. കാരണം എന്താ, അതിൻ്റെ മനോഭാവം വ്യത്യാസമുണ്ട്. ഭഗവാൻ അതാ പറഞ്ഞു, ഏത് മനോഭാവത്തിൽ യുദ്ധം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഉദ്ദേശം മാറി മനോഭാവം മാറി യുദ്ധം ചെയ്യൽ പുണ്യകർമ്മമായിട്ട് മാറി. ദക്ഷയാഗമൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. ദക്ഷയാഗം എല്ലാവർക്കും അറിയാമല്ലോ. ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷ പ്രജാപതി. ശിവനെ ഇതാക്കി, പിന്നെ ശിവൻ അവിടെ വേണ്ട വിധം ആദരിച്ചില്ല. അപ്പം സതീദേവിക്ക് പ്രശ്നമായി. അങ്ങനെ എല്ലാം കൂടി ബഹളമായി. ദഹനം ചിതയെ ചാടി ആത്മഹത്യ എന്താ പറയുക, ദഹിപ്പിച്ച് കളയാൻ തീരുമാനിച്ചു. അത് കണ്ടപ്പോൾ ശിവന് പ്രശ്നമായി. ഒരു രൗദ്രഭാവത്തിലായി. അല്ലേ, അങ്ങനെ കഥകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം പ്രശ്നങ്ങൾ. ശിവനും ശിവഭൂതങ്ങളും വന്നിട്ട് ദക്ഷയാഗെല്ലാം കൂടി പ്രശ്നമാക്കി. ദക്ഷൻ്റെ തല വെട്ടി. ചെയ്യാൻ പോയത് എന്തായിരുന്നു, പുണ്യകർമ്മം, യാഗം തന്നെ. പക്ഷെ എന്ത് പറ്റി, അഹങ്കാരം കലർന്നു. ആദരിക്കേണ്ടവരൊന്നും ആദരിച്ചില്ല. ശിവഭഗവാൻ വന്നപ്പോൾ ശിവഭഗവാനാണെന്നും മനസ്സിലായില്ല. അവിടെ തന്നെ പ്രശ്നമായില്ല. അപ്പോൾ എന്തായി, ചെയ്ത കർമ്മങ്ങൾ ദോഷഫലം ഉണ്ടാക്കി. തല തന്നെ പോയി ആളുടെ. ഇത് ഒരു കഥ. ഇതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ളൊരു വശമുണ്ട്, അത് പിന്നെ പറയാം. ചിലപ്പോൾ നമ്മൾ പുണ്യമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നേക്ക് അത് ദുഃഖങ്ങൾ കൊണ്ടുവരും. അത് പാപകർമ്മം, അഹങ്കാരം ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് പുണ്യമല്ലേ പാപമല്ലേ എന്നൊക്കെ വിചാരിച്ച് മാറിയിരുന്നു കഴിഞ്ഞാൽ പാപം തന്നെയാണ് ഫലം. കാരണം എന്താണ്, അത് പിന്നേക്ക് ദുഃഖങ്ങൾ കൊണ്ടുവരും. നിന്നെ സ്വധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, ദുഷ്കീർത്തി ഉണ്ടാവും. അതൊക്കെ ദുഃഖങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് ഈ കർമ്മം നീ ചെയ്തേ പറ്റുമെന്ന് ഭഗവാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ തത്വങ്ങൾ പറയുക മാത്രമേ ചെയ്യൂ. എന്നിട്ട് അവസാനം അർജുനോട് പറയും, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നീ വേണ്ട വിധം ഇതിനൊക്കെ അനലൈസ് ചെയ്യും. ഇരുന്നിട്ട് വിമർശന ബുദ്ധിയോടുകൂടി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭഗവാനല്ലേ പറഞ്ഞു, ശരിട്ടോ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനോട് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, തുറന്ന് പറയാം ഭഗവാന്റെ. അപ്പോൾ ഭഗവാൻ അത് ക്ലിയർ ആക്കി തരും. അങ്ങനെ കേട്ടതൊക്കെ വേണ്ട വിധത്തിൽ വിമർശനം ചെയ്ത് നിനക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് ആ തീരുമാനം എടുക്കുക. ഫുൾ സ്വാതന്ത്ര്യം തീരുമാനം എടുക്കണം. ഇത്രയും സ്വാതന്ത്ര്യം ഒരാൾക്കും കിട്ടിയിട്ടില്ല, നമുക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ വേണ്ട വിധത്തിൽ ചിന്തിച്ചിട്ട് വേണം എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. 34ാമത്തെ ശ്ലോകം നോക്കാം. അകീർത്തിഞ്ച വിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരിച്യതേ. പാപം കിട്ടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു, അതിനും പുറമെ ലോകർ നിന്നെക്കുറിച്ച് എന്നെന്നും അപകീർത്തി പറയും. എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരുവന് ദുഷ്പേരുണ്ടാകുന്നത് മരണത്തേക്കാൾ ദുസ്സഹമാണ്. ഇതുവരെയൊക്കെ അർജുനൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വില്ലാളി വീരനാണ്, ലോകൈക ധനുർധരനാണ് എന്നൊക്കെ പറഞ്ഞു. ഈ അർജുനൻ അതായത് ആവശ്യം വന്നപ്പോൾ അർജുനൻ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ആളില്ല, ആ കതിനേലും വരുന്നില്ല, പൊട്ടില്ല പറഞ്ഞില്ലേ, അതുപോലെ നഞ്ഞ പടക്കാണ് ആൾ. ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കി. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഓരോ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില അവരെ പാർട്ടിക്കാർ അയാളൊരു വലിയ സംഭവമാക്കി വെക്കും. ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്യും, ഇതിനെല്ലാം കൂടി ബലൂണിന് കുത്തു കൊടുക്കണം, ഒരു കുത്തു കൊടുക്കും, ഷൂന്ന് പറഞ്ഞു ആളെ പേഴ്സണാലിറ്റി മാറ്റിക്കളയും. അതുപോലെ നിന്നെക്കുറിച്ച് ദുഷ്പേരുണ്ടാവും. അപ്പം ശരിയായ കാര്യങ്ങളൊക്കെ നേടി അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരാൾക്ക് അതൊന്നും ഇല്ലയെന്ന് ലോകം പറയുമ്പം വലിയ വിഷമം തന്നെയാണ്. മരിക്കുന്ന പോലെ, അയാൾ ഇല്ലാണ്ടാവുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമല്ലോ അർജുന എന്ന് പറയും. ഭയാദ്രണാദുപരതം വംസ്യന്തേ ത്വമഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വായാസ്യസി ലാഘവം. അവരെന്തൊക്കെയാ പറയാൻ പോകുന്നത് ലോകത്തിലെ ആൾക്കാർ, നീ ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതാണെന്ന് മഹാരഥന്മാർ വിചാരിക്കും. അവർക്കെല്ലാം ബഹുമാന്യനായ നീ നിസ്സാരനായി തീരുകയും ചെയ്യും. അർജുന, നീ ഇതുവരെ നിന്റെ കഴിവ് കൊണ്ട് ഒരുപാട് യുദ്ധം ജയിച്ചു, അല്ലേ? പാശുപതാസ്ത്രം വരെ നേടിയ ആളാണ്. പരമശിവനായിട്ടൊക്കെ യുദ്ധം ചെയ്തിട്ട്
ഒരുപാട് യുദ്ധം ഇവൻ അജ്ഞാതവാസത്തിലിരിക്കുന്ന സമയത്ത് പോലും യുദ്ധങ്ങൾ ജയിച്ച ആളാണ്. ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ട്. പക്ഷെ ആൾക്കാരെന്ത് പറഞ്ഞു, ശരിക്കും അയാൾ യുദ്ധം ചെയ്യേണ്ട സമയത്ത് അയാൾ ഓടിപ്പോയി. ഇതുവരെ ചെയ്തതൊക്കെ എന്ത് വെറുതെ, അങ്ങനെയാ പറയാം. അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ എന്നാ ചോദിക്കും. അവാചവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം नु കിം. നിന്റെ ശത്രുക്കൾ നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ട് പറയരുതാത്തത് പലതും പറയുകയും ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ദുഃഖകരമായി മറ്റെന്തുണ്ട്? നമ്മളുടെ ഉള്ള കഴിവിനെ മറ്റുള്ളവർ താഴ്ത്തി പറയുന്നു. ഇത് പ്രത്യേകിച്ചും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് 60% 70% അവൻ സ്വന്തമായിട്ട് നേടുമ്പോൾ നീ 70% എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം ആ കുട്ടിയുടെ മെനക്കെടാണ്, ഹാർഡ് വർക്കാണ്. മാർക്ക് കുറയുന്നതിന് ഒരുപാട് സാഹചര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മാർക്ക് ഇടുന്ന ആളുടെ ബുദ്ധി ആ സമയത്ത് ടെൻഷനിലാണെങ്കിൽ അയാൾ മാർക്ക് കുറയ്ക്കും. ആ കുട്ടിയോടെ ദേഷ്യം, മര്യാദയ്ക്ക് വീട്ടിലിരിക്കേണ്ട ദിവസം ഇതായി പരീക്ഷ 80 കിട്ടേണ്ടടുത്ത് ഒരു ഹാഫ് സർക്കിൾ മാറ്റും, അത് 60 ആക്കി. അയാളുടെ മനസ്സിലെ പ്രശ്നം കഴിഞ്ഞു. ഒരു കുട്ടിയുടെ ഭാവിയാണ്. മാർക്ക് കുറയുന്നത് ഒരിക്കലും സാമർഥ്യം കുറയുന്നതിൻ്റെ ലക്ഷണമല്ല. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അപ്പോൾ ഒരു കുട്ടി പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഒക്കെ, അവൻ ചെയ്തതിനെ നമ്മൾ അതൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. മെനക്കെട്ടില്ല ആ അധ്വാനിച്ചതിനപ്പല്ലേ. നമ്മൾ കളിക്കുമ്പോൾ കണ്ടില്ല, ഫൈനലൊക്കെ തോൽക്കും, അപ്പോഴും നമ്മൾ കൈയ്യെടുക്കും. കാരണം എന്താണ്, അവർ കളിച്ച ആ തലത്തിൽ വരെ എത്തി. എല്ലാവരും ജയിക്കില്ല. ജീവിതം എന്ന് പറഞ്ഞ കളിയിൽ എല്ലാവരും ജയിക്കില്ല. ജീവിതം എന്ന് പറയുന്നത് തോൽവിയെ കൂടി ഉൾക്കൊള്ളാനുള്ള. ചിലരുടെയൊക്കെ തോൽവിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു, ഇയാൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അത്രത്തോളം ഫെയിലറാണ്. ലാസ്റ്റിൽ കാണും ഓരോ എല്ലാം കൂടി എടുത്ത് കയറിപ്പോ. അബ്ദുൽ കലാം ഒക്കെയാണ് ഉദാഹരണം. നമ്മളുടെ ഹീറോയിൽ ഒരാളാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ ബയോഗ്രഫി ഉണ്ട്, വിങ്സ് ഓഫ് ഫയർ. വിങ്സ് ഓഫ് ഫയർ വായിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം തോറ്റുപോയ സ്ഥലം. അപ്പോൾ ആദ്യം തന്നെ തോറ്റത് ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണ്. പൈലറ്റ് ആവണം പറഞ്ഞ് ആൾ പഠിച്ച് അവസാനം പൈലറ്റിന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തോറ്റു. ഒരു ജീവിതം മുഴുവൻ പോയല്ലോ വിചാരിച്ച ആളെല്ലാം കൂടി ഡിപ്രഷനായി. എന്നിട്ട് നിരാശപ്പെട്ട് വീട്ടിലേക്കും പോകാൻ വയ്യ. അമ്മ അല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മ വളയും മാലയൊക്കെ പണയം വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. മോനല്ലേ, നല്ല പഠിക്കുന്ന കുട്ടിയെ പഠിക്കട്ടെ വിചാരിച്ചു. എങ്ങനെ വീട്ടിലേക്ക് പോകും? തോൽക്കും ചെയ്തു. ഉമ്മ എല്ലാം ത്യജിച്ച് ഉമ്മ നിൽക്കണമുണ്ട് മുന്നിൽ. ആ കൂടി ഭയങ്കര വിഷമം, കണ്ണീരൊപ്പിച്ചുകൊണ്ട് ആൾ ഹിമാലയം ഭാഗത്തേക്ക് നടന്നു പോയി. ഇങ്ങനെ പോയി ഹിമാലയത്തിലെത്തിയപ്പം ഈ ഡിവൈൻ ലൈഫ് സൊസൈറ്റി ശിവാനന്ദ സ്വാമിയുടെ അവിടെ ചെന്ന് ചാടി. പോയി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് അവിടുത്തെ രാമേശ്വരത്തെ പൂജാരിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുസ്ലിമാണ്, അദ്ദേഹം പൂജാരിയാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. അവർ തമ്മിൽ കണ്ട ഖുറാനും ഭഗവത്ഗീതയൊക്കെയാണ് ഡിസ്കഷൻ. ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ അങ്ങനത്തെ ഡിസ്കഷനൊന്നുമില്ല. അതിൻ്റെ ഗുണമൊക്കെ ആ കുട്ടിയൊക്കെ കിട്ടുകയും ചെയ്യും. അച്ഛനും അമ്മയും നല്ല രീതിയിൽ എന്ത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഗുണം കുട്ടിയൊക്കെ കിട്ടും എന്തായാലും. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വാമിമാരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉപദേശം കിട്ടും, അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും എന്നുള്ളൊരു ബേസിക് ആയിട്ട്. ആൾ മുസ്ലിം ആണെങ്കിൽ പോലും അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പം ആശ്രമത്തിലേക്ക് ചെന്നു, ശിവാനന്ദ സ്വാമിയുടെ അടുത്ത് ചെന്നു. സ്വാമിജി ചോദിച്ചു, ആ കൂടി ഇങ്ങനെ നിരാശപ്പെട്ടിട്ടാണല്ലോ വരുന്നത്, എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടൊക്കെ വന്നതായിരുന്നു, പക്ഷെ ഞാൻ തോറ്റുപോയി, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു, അത് നന്നായി, അതിലപ്പുറം ആൾക്കൂടി എന്തേ സമാധാനം കിട്ടുന്നത് വിചാരിച്ചിട്ടാവുന്നു. അപ്പോൾ തോറ്റ് അത് നന്നായി എന്നാണ് ആദ്യം. എന്നിട്ട് ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ പറഞ്ഞു, നീ ഈ തോറ്റതുകൊണ്ട് നിനക്ക് ശരിക്കും കിട്ടാനുള്ളത് അവിടെയുണ്ട്, അത് നിനക്ക് വന്നു ചേരും. നീ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇതിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ നിനക്ക് തോൽക്കേണ്ടത് ആവശ്യമാണ്, നിനക്ക് വരാനുള്ളത് വരുന്നുണ്ട്, അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു പ്രതീക്ഷയായിരുന്നു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ DRDO, അതിൽ ഇൻ്റർവ്യൂ കൊടുത്തതാണ്, അതിൽ പാസ്സായി. അപ്പോൾ അവിടെ കയറി. പൈലറ്റ് ആകുമ്പോൾ ആൾ DRDOയിൽ സാധാരണക്കാരനായിട്ട് കയറി, പക്ഷേ അവിടുന്ന് പിടിച്ച് കയറി. അദ്ദേഹത്തിന് അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മവാസനകൾ മുഴുവൻ വരേണ്ടത് അവിടെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അബ്ദുൽ കലാമിൻ്റെ ഒരു കഴിവിന്. നമ്മൾ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ഈ ടെക്നോളജീൻ്റെ കാര്യം പറയുമ്പോൾ അല്ലേ, അത് ആ പുസ്തകം വായിക്കും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും. നമുക്ക് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ തോന്നില്ല. അമേരിക്കയൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ ചാലഞ്ച് ചെയ്താണ്, നമുക്ക് ക്രയോജനിക് എഞ്ചിൻ തരില്ല എന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത്
അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയ ഇവിടെ ഒറ്റയ്ക്ക് എഞ്ചിൻ ഉണ്ടാക്കിയ റോക്കറ്റ് പറപ്പിച്ച ആളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയുക, അതിൻ്റെ ആത്മവിശ്വാസം. എന്നിട്ട് ആദ്യത്തെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ജനിച്ചിട്ടുണ്ടാക്കുക, നമ്മൾ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം, ആദ്യത്തെ SLV പോയിട്ട് ബംഗാൾ ഉൾക്കടലിൽ വീണു ഇല്ല, റോക്കറ്റ് മുകളിൽ പോയില്ല, പകുതി വരെ വിട്ടു കടലിൽ വന്നു. അന്നൊരു രാജ്യം മുഴുവൻ ഇയാളെ കളിയാക്കി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ RK ലക്ഷ്മൺ കാർട്ടൂൺ വരെ വരച്ചു. ബംഗാളിൽ ഇടയ്ക്കിടയ്ക്ക് മത്സ്യം ചേർത്ത് വന്നിട്ട് ഇന്ത്യ റോക്കറ്റ് വിക്ഷേപണം ചെയ്യണുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആകെ കൂടി തളർന്ന അവശനായിട്ടിരിക്കും. ഒരു രാജ്യം കോടിക്കണക്കിന് ജനമാണ് കളിയാക്കുന്നത്. ഇത്രയും കോടിക്കണക്കിന് രൂപ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു ഇന്ത്യ തളർന്നു പോയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോസ് സതീഷ് ധവാൻ പോയിട്ട് പറഞ്ഞ അടുത്ത പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങണം, നീയാണ് ഇൻചാർജ്. ഈ തോറ്റ് തൊപ്പിട്ട് നിൽക്കുന്ന ആളോടെ പറഞ്ഞത്, നീയാണ് അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത്, നിന്നെ ഏൽപ്പിച്ചു. അതൊരു വലിയ മാറ്റം അയാൾ എഴുതുന്നുണ്ട്. എന്നിലുള്ള വിശ്വാസം അത് ഭയങ്കരമായിരുന്നു. പിന്നെ ആൾ ഫെയിൽ ചെയ്തു. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, ഒരു പരീക്ഷയിൽ തോറ്റു, ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഇതൊന്നും ഒരാളുടെ കഴിവിൻ്റെ മാനദണ്ഡമല്ല. നമുക്ക് ആ സമയത്ത് ഒരു പരാജയം ആവശ്യമാണെന്നാണ് ഈശ്വരൻ്റെ തീരുമാനം. അതിന് പിന്നേക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ വരാനുണ്ട്. നമ്മളുടെ കഴിവ് കൂടുതൽ ശ്രദ്ധിക്കാൻ, ഇല്ലെങ്കിൽ എല്ലാ അനുഭവവും ജീവിതത്തിലെല്ലാ അനുഭവം മാത്രമാണ്. നമ്മളാണ് അതിന് ലേബലൊട്ടിക്കുന്നത് ഇല്ല. ഇപ്പം നമ്മൾ അടുക്കളയിൽ കുറേ സാധനം കൊണ്ടുവച്ചു, ബോട്ടിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക, വെള്ള സാധനം, പഞ്ചസാരയുണ്ട്, റവയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, അരിപ്പൊടിയുണ്ട്, ഒക്കെ വെള്ളയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലേബലിട്ടിട്ട് അരിപ്പൊടി ഇല്ലേ, പഞ്ചസാര ഒട്ടിച്ച് വെക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ചായപ്പൊടി ഉണ്ടാക്കി വെള്ളം തിളയ്ക്കുമ്പോൾ അരിപ്പൊടി എടുത്തിടും പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ ലേബലൊട്ടിക്കും. അതുപോലെ അനുഭവങ്ങൾക്ക് നമ്മൾ ലേബലൊട്ടിക്കും. ഒരു പരീക്ഷ വന്ന് മാർക്ക് കുറഞ്ഞു, തോറ്റുപോയി, ഫെയിലിയർ, നമ്മൾ ഒട്ടിക്കും. അതിനേക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടി എന്താ പറയുക, എനിക്ക് 40 കിട്ടി, അവന് 60 കിട്ടിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് സക്സസ് ആണ്. അവൻ ലേബൽ മാറ്റി ഒട്ടിക്കും. ഈ ലേബൽ ഒട്ടിക്കുന്ന പ്രശ്നം നിർത്തണം. ലേബൽ ഒട്ടിക്കാനേ പാടില്ല. അനുഭവം മാത്രമാണ്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മളിരുന്ന് ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായത്? ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. ഞാൻ പഠിച്ചത് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡ് ശരിയല്ല, പ്രൊസീജിയർ ശരിയല്ലായിരുന്നു, എൻ്റെ ടൈം തെറ്റിപ്പോയി, കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഒരുപാട് റീസൺ ഉണ്ടാവും. എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ പായസം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഇടയ്ക്ക് പാല് പിരിഞ്ഞു പോകും. അപ്പോഴേ നമ്മൾ ആലോചിക്കും, പാത്രം കഴുകിയ വേണ്ട പോലെ കഴുകിയില്ല, ഈ സോപ്പ് ഉണ്ടായിരുന്നു, പാൽ ഒഴിച്ചപ്പോൾ പിന്നെ നമ്മൾ കാരണം കണ്ടെത്തി. അപ്പോൾ അടുത്ത പ്രാവശ്യം പായസം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, പാത്രം വൃത്തിയാക്കും. കറക്ഷൻ ഇല്ല, കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയും. അപ്പം നമ്മൾ പരീക്ഷയും മാർക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചത്, ഞാൻ ഈ കാര്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇതായിരുന്നു റിസൾട്ട്. അപ്പോൾ എനിക്ക് ഈ റിസൾട്ട് മാറി കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരാ, എന്ന് മാറി ചെയ്യുന്ന പ്രൊസീജിയർ, ടൈം, പ്രൊസീജിയർ, മെത്തേഡ്, ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ റിസൾട്ട് മാറും. ഇങ്ങനെ റിസൾട്ട് മാറ്റുക, അല്ലാതെ അവിടെ നമ്മൾ തളരുകയല്ല ചെയ്യും. ഇതൊക്കെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അർജുന, ഇതൊക്കെയാണ് സ്വർഗദ്വാരം തുറന്നു വെക്കുന്നത്. നിന്നെ അനലൈസ് ചെയ്യാനുള്ള അവസരമാണ്. നിൻ്റെ കർമ്മങ്ങളെ, നിൻ്റെ കഴിവുകളെ കണ്ടെത്തി പ്രകടമാക്കാനുള്ള അവസരമാണ്. ഇതൊന്നും നീ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ദുഷ്പു പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ വേണ്ടാത്തത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുണമില്ല, പഠിക്കില്ല, ഒന്നുമില്ല, ടൈം വേസ്റ്റാക്കി. എന്തൊക്കെ അരിഞ്ഞിട്ട് ഇവിടെ തിന്നത്, രാവിലെ കിടന്ന് വൈകുന്നേരം എന്തൊക്കെയാ പറയണമെന്ന് ഒരു ലക്കുലകാനുമില്ല. ഇതൊക്കെ കേൾക്കുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന് തകർക്കും. സ്ഥിരമായിട്ട് നമ്മളെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന വ്യക്തി തളരും. ഇയാൾ അത്ര സ്ട്രോങ് ആയിരിക്കണം. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഇതിലാണ് കെട്ടിടത്തിൽ ഇവിടെ കഴിവുള്ള ആളുകൾ, നേതാക്കന്മാരെ കണ്ടുപിടിച്ചാൽ അറിയാം. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവരാണെങ്കിൽ അത്ര തൊലിക്കെട്ടിയാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വേണ്ടി വരും. ചെയ്യാനുള്ളത്, പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ കണ്ടില്ല ഭഗവാൻ എങ്ങനെ അർജുനെ ചീത്ത പറഞ്ഞ് നമ്മൾ കണ്ടു. അവരുടെ കഴിവുകളെ ഉണർത്തുന്ന വിധത്തിൽ വേണം അവരോട് സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അവർക്ക് ആത്മവിശ്വാസം കൂടെ വേണം. തോറ്റോട്ടെ, നോ പ്രോബ്ലം, അടുത്ത പ്രാവശ്യം ഞാൻ ഡബിൾ വാങ്ങും. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ജനറലായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഭഗവത്ഗീത എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളുടെ ചിന്താഗതി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം ശത്രുക്കൾ അരുതാത്തത് പലതും പറയും. അത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നവും. കാരണം നമ്മുടെ കഴിവ് നിശ്ചിച്ചു പോകും. അപ്പോൾ അത് ദുഃഖകരമല്ലേ അർജുന എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഭഗവാൻ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞു കൊടുത്തു. 37ാമത്തെ ശ്ലോകം, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം
തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്നൊരു ബോക്സിലിട്ട് വെച്ചു. എവിടെയൊക്കെ നിങ്ങൾ പോകണ്ടോ അതൊക്കെ അവിടെ ഒട്ടിച്ചിടണം. ഇത് എഴുതിയത് അടുക്കളയിലോ ബാത്റൂമിലോ പൂജാമുറിയിലൊക്കെ. അർജുനോട് പറയും. അതുകൊണ്ട് അർജുന എണീക്കും വേണം. അർജുനൻ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് വേണം? യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് എണീക്കൂ. നിനക്ക് വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യങ്ങളെ കടമകളെ ചെയ്യാനായി തീരുമാനിച്ചുകൊണ്ട് എണീക്കും. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നല്ല അർത്ഥം. കടമകളെ നിറവേറ്റൂ. തളർന്നിരിക്കുകയല്ല വേണ്ടത്. വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ തീരുമാനിച്ചുകൊണ്ട്. കൃതനിശ്ചയം, ദൃഢമായിട്ട് തീരുമാനിക്കണം. എന്തിനാ തീരുമാനിക്കുക പറഞ്ഞത്? നമ്മളുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല. നമ്മളുടെ അറിവിനെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ തീരുമാനമാക്കിയിട്ട് മാറ്റിയിട്ടില്ല. ഒരു കാര്യത്തിന് തീരുമാനമാക്കിയാലേ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഡിസിഷനാക്കി കഴിഞ്ഞാലേ അത് പ്രവൃത്തിയിലേക്ക് മാറും, അല്ലെങ്കിൽ മാറില്ല. ഇപ്പോൾ രാവിലെ എണീറ്റു, രാവിലെ ഒരു 8-9 മണിയൊക്കെ എണീക്കും പുലർച്ചെ. ആർക്കും മനസ്സിലായില്ല, സ്പോൺസർ പോയി സാറില്ല. എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് 9:30 ഗീതാ ക്ലാസ് ഉണ്ട്. 9:30 ഗീതാ ക്ലാസ്, ഗീതാ ക്ലാസ്സിൽ പോകണം, ഗീതാ ക്ലാസ്സിൽ പോകണം. എന്നിട്ട് ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു, ഇങ്ങനെ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ വലിച്ച് ഇയാൾ 10:30 വരെ എന്താ പറയണേ? ഗീതാ ക്ലാസ്സിൽ പോകണം. 10:30 ഇവിടെ ഗീതാ ക്ലാസ് കഴിഞ്ഞു, അപ്പോഴവിടെ പോകണം എന്നുള്ള തീരുമാനം ആയിട്ടില്ല. അതേസമയം നമ്മൾ ജോലിക്ക് പോകണമെന്ന് ആലോചിച്ച് നോക്കും. 8:15 വണ്ടി പിടിക്കണം. എണീറ്റപ്പോൾ 7:30 പോയി. എന്ത് ചെയ്യും? തീരുമാനമാണ് 8:15 വണ്ടി പിടിക്കണം എന്നുള്ളത്. പിന്നെ ഒരു പെടച്ചിലാണ്. എടുക്കലും കുളിക്കലും ജപിക്കലും എല്ലാം കൂടി കഴിഞ്ഞ് രക്ഷപ്പെടുക്കും. 8:15 വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഹാവു. എന്തായിരുന്നു? 8:15 വണ്ടി പിടിക്കണം എന്നുള്ള വിചാരം തീരുമാനമായി കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ വരും, ഇല്ലെങ്കിൽ വരില്ല. അങ്ങനെയുണ്ട്. ചിലവരില്ല, വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കണം, എന്തെങ്കിലും ഇന്ന് പ്രഥമൻ ഉണ്ടാക്കണം. അങ്ങനെ കുറേ ആലോചിച്ചു. ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചത്തേക്ക്, അടുത്ത ഞായറാഴ്ച, അതിൻ്റെ അടുത്ത ഞായറാഴ്ച. മനസ്സിനൊരു സ്വഭാവമുണ്ട്. ഒരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സ്വഭാവമാവും. ഇപ്പോൾ ഗീതാ ക്ലാസ്സിൽ വരുന്നത് 2 ആഴ്ച മുടങ്ങിയെന്ന് വിചാരിക്കുക. 3-ാമത്തെ ആഴ്ച നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും പോകണം വേണം. കാരണം മനസ്സൊന്ന് പിടിച്ചു വരും. 2 ക്ലാസ് മുടങ്ങി. അതേസമയം അതേ കാര്യം 2 മുടങ്ങി, 3-ാമത്തെ മുടങ്ങാൻ പാടില്ല. നമ്മളതിനെ ഓവർകം ചെയ്യും. 2 നമ്മളെ കയ്യിലാണ്. വണ്ടി ഏത് വഴിക്ക് തിരിച്ചു വിടണം, സ്റ്റിയറിംഗ് നമ്മളടുത്ത് തന്നിട്ടുണ്ട്. പോകാൻ 2 റോഡും തന്നിട്ടുണ്ട്. എങ്ങോട്ട് തിരിക്കണം, റൈറ്റിലേക്ക് തിരിക്കണോ ലെഫ്റ്റിലേക്ക് തിരിക്കണം, ഈ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, ലോകസ്മിൻ ദ്വിവിധാനിഷ്ഠ. ഭഗവാൻ പറഞ്ഞു 2 വഴിയേ ഉള്ളൂ അർജുന. ഒന്നിൽ നിങ്ങൾക്ക് ഈ വഴിക്ക് പോകാം, ഇല്ലെങ്കിൽ ഈ വഴിക്ക് പോകാം. ഈ വഴിക്ക് പോയാൽ ദുഃഖങ്ങളാണ്. ഈ വഴിക്ക് പോയാൽ സ്റ്റാർട്ടിങ്ങിൽ ദുഃഖമാണ്, ആത്യന്തികമായിട്ട് സുഖമുണ്ട്. ഈ വഴിക്ക് പോയാൽ സ്റ്റാർട്ടിങ്ങിൽ സുഖമാണ്, ഹൈവേ ആണ്, പിന്നെ പോയാൽ കുണ്ടും കുഴിയാണ്. 2 റോഡ് പറഞ്ഞു. ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പെടും. ഇതുപോലെയാണ് ജീവിതത്തിലെ തീരുമാനങ്ങൾ. വേണ്ടതും വേണ്ടാത്തതും എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുക. വിവേകബുദ്ധി, നിത്യാനിത്യ വിവേകം ഒക്കെ ആലോചിച്ച് നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലായ കാര്യം തീരുമാനമാണ്. ഇതെനിക്ക് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും അതിനു വേണ്ടി തയ്യാറാവും. ഇല്ലെങ്കിൽ തയ്യാറാവില്ല. അത് വെറുതെ മനസ്സിലെ ആഗ്രഹമായിട്ട് അവിടെ കിടക്കും. ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഈയിടെ ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടു. സൂപ്പറായിട്ട് കവിത എഴുതും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഒന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യും. പറഞ്ഞൊന്നും കാണാറില്ല. ഞാൻ എഴുതും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വളരെ ഇതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫേസ്ബുക്ക് ഐ ഡി തരും, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എഴുതി. ഞാൻ അമ്പലത്തിൽ പോയി. ഇത് സൂപ്പർ കവിതകളാണ്, നല്ല കവിത. ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നൊരു അമ്മയും. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് എഴുതിയാൽ പോരാ, കാര്യമായിട്ടത് പുറത്ത് അറിയാൻ വേണം. അത്ര കഴിവുണ്ട്. പക്ഷേ അപ്പോഴും അറിവുണ്ടാകും. ആത്മവിശ്വാസമല്ല, അവനവൻ്റെ കഴിവ്, ദൈവം കൊടുത്ത കഴിവിൽ വിശ്വാസമില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിവ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. നമ്മളതിനെ പുറത്ത് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് ആക്കിയില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ കഴിവുകളൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല. ഒരാൾക്ക് ദൈവം ഒരു കഴിവ് കൊടുക്കുന്നത് ആ കഴിവ് കൊണ്ട് ലോകത്തിന് ശാന്തി സമാധാനം കൊടുക്കാൻ. അപ്പോൾ അർജുനൊരു കഴിവ് കൊടുത്ത് ആ കഴിവ് കൊണ്ട് ലോകത്തിന് ശാന്തി വരണം.
ഇതിനു വേണ്ടിയിട്ടാണ്. ഒരു പാട്ടുകാരന് ഒരു പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്താൽ ഉപജീവന മാർഗ്ഗമാക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് അയാൾ അതിന് സെലക്ട് ചെയ്ത് എന്തിനാണ്? അയാൾക്ക് ലോകത്തിന് സമാധാനമാക്കി വെക്കാനുള്ള ഉത്തരവാദിത്വം. ഞാൻ പാടിയ പാട്ടിൻ്റെ പേറ്റൻറ്റ് എന്തായാലും പറയാം, റൈറ്റ് അല്ലേ, അതെനിക്ക് വേണം, കോപ്പി റൈറ്റ് എന്തോന്ന് പറയല്ലേ, അതെനിക്ക് വേണം. ഒന്നും ശരിയല്ല. ശരിക്കും അങ്ങനെ പറയാനേ പാടില്ല. ആധ്യാത്മികമായിട്ട് ഭാഷ പറയുന്ന പല ഗായകരും ഇതൊക്കെ പറയുമ്പോൾ വലിയ വിഷമം തന്നെയാണ്. ഈശ്വരനിൽ ഭക്തിയുള്ള ആൾക്കാരാണ് എനിക്ക് വേണ്ടത് ദൈവം തരും, എൻ്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്യണ്ടല്ലോ, അത്ര വിചാരിച്ചാൽ മതി. ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് പ്രകടമാക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് പ്രകടമാക്കുക. അതുകൊണ്ട് അവനവന് ലോകത്തിനും ഗുണം ഉണ്ടാവും. ഇവിടെ ഭഗവാൻ പറയുന്നു, അർജുന ഈ യുദ്ധത്തിൽ 37-ാമത്തെ ശ്ലോകം, ഈ യുദ്ധത്തിൽ മരണമടഞ്ഞാൽ സ്വർഗം നേടും, ജയിച്ചാൽ രാജ്യം കിട്ടും. അതിനാൽ അർജുന നീ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് എഴുന്നേൽക്കൂ. നീ എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്? ഇനി കർമ്മങ്ങൾ നിനക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് നിന്നെ വിചാരിക്കും, ശത്രുക്കൾ നിന്നെ കൊന്നു തന്നെ വിചാരിക്കും, നീ മരിച്ചു പോയി. അതൊക്കെയാണല്ലോ ആദ്യം ചോദിച്ചത്. എന്നാലും ഗുണം തന്നെയാണ്. എന്താണ്? യുദ്ധത്തിലാണ് മരിക്കുന്നത്. യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗമാണ്. അയാൾ അതുവരെ എന്ത് ചെയ്തതൊന്നുമില്ല. വീരസ്വർഗം എന്തായാലും നിനക്ക് കിട്ടും. നീ തോറ്റാൽ നീ ഗോളടിച്ചാൽ മതി, അതാണ് സംഭവം. ജയിച്ചാലോ? ജയിച്ചാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് നേടാനാണോ വന്നത് നേടും. അപ്പോൾ രണ്ട് വിധത്തിലായാലും കർമ്മം ചെയ്താൽ ഗുണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തോറ്റുപോകുമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് വന്ന ഉത്തരവാദിത്തങ്ങൾ നേരിട്ട് ചെയ്യും. തോൽക്കുകയോ ജയിക്കാതൊന്നുമില്ല. ഇനി മുന്നോട്ട് പോകാൻ കർമ്മണ്യേവാധികാരസ്ഥേ മാബലേഷു കഥാചന ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. എന്തുകൊണ്ടാണ് കർമ്മത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് കുറേയും കൂടി വ്യക്തമാവും. ഇപ്പം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി എങ്ങനെയൊക്കെ വന്നു ചേർന്നാലും അത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. അത് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്താണോ അത് ഭഗവാൻ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കും. അത് ചെയ്തേ പറ്റും. അതിൽ നമ്മൾ ഫെയിലായാലും ഗുണമാണ്, ജയിച്ചാലും ഗുണമാണ്. അതിൽ തോൽവി ഇല്ല. അതാണ് പറഞ്ഞതിൻ്റെ ആഗ്രഹം. ഇനി ഭഗവാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ രഹസ്യം പറയാൻ പറ്റും. ഏത് കൗൺസിലിംഗ് പോയാലും ഇതേ നമുക്ക് കിട്ടും. ഇത് ഭഗവാൻ ഇവിടെ ഫ്രീ ആയിട്ട് പറഞ്ഞു. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തദോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും സമമായി കരുതി നീ യുദ്ധത്തിനായി ഒരുങ്ങൂ. അങ്ങനെയാണെങ്കിൽ നിന്നെ പാപം ബാധിക്കുകയില്ല. ജീവിതം എന്ന ധർമ്മയുദ്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വരൂപസ്ഥിതിയിൽ എത്താനുള്ള കർത്തവ്യം. അതിലേക്ക് എത്തുമ്പോൾ എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും. ജയമുണ്ടാവാം, പരാജയമുണ്ടാവാം, ലാഭമുണ്ടാവാം, നഷ്ടമുണ്ടാവാം, സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതിക തലത്തിലും പല വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നു വരും. ഇതിനെയൊക്കെ സമമായിട്ട് കാണും. ഇപ്പം പറഞ്ഞ പോലെ ലേബൽ ഒട്ടിക്കാൻ പോകും. എക്സ്പീരിയൻസ് ഒക്കെ. കാരണം ഞാൻ തോറ്റു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതേ അനുഭവത്തിന് ജയിച്ചു കാണുന്ന വേറൊരാളുണ്ട്. അല്ല, ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാൻ പോയി, ഞാൻ തോറ്റു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് റണ്ണറപ്പിൻ്റെ ട്രോഫി എന്തായാലും കിട്ടും, അതൊക്കെ. ജയിച്ച ആൾക്ക് എന്താണ്? ഞാൻ തോറ്റതാണ് അയാളുടെ ജയം. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ജയമാണ്. അപ്പം അനുഭവം എന്നാണ്. ഇൻസിഡൻറ്റ് ഉണ്ടായത് സെയിമാണ്, പക്ഷേ രണ്ടാളുടെയും തലത്തിൽ, ആളുടെ തലത്തിൽ അനുഭവത്തിന് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് തോൽവിയാണ്, ഒരാൾക്ക് ജയമാണ്. അനുഭവത്തിൻ്റെ ആ സംഭവം മാത്രം നോക്കിയാൽ സംഭവം മാത്രമാണ്. ഭഗവാൻ പറയുന്നു ജീവിതത്തിനെ സംഭവങ്ങളുടെ, അനുഭവങ്ങളുടെ ഒരു പരമ്പരയായിട്ട് കാണും. നമ്മൾ ജനിച്ച അന്ന് മുതൽ അവസാന നിമിഷം വരെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഒരു മെഗാ സീരിയൽ കാണുന്ന എല്ലാവർക്കും മെഗാ സീരിയൽ കാണുന്നു. ജനിച്ചന്ന് തുടങ്ങി നമ്മളുടെ ഓരോ ജീവിതം നോക്കിയാൽ നമ്മൾ ഓരോ അനുഭവത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. 1-ാം ക്ലാസ്സിലെ കുട്ടി, 2-ാം ക്ലാസ്സിലെ കുട്ടി, 3-ാം ക്ലാസ്സിലെ കുട്ടി, ഇങ്ങനെ പോയി ഇപ്പം ഇവിടെ ഗീതാ ക്ലാസ്സിലെ കുട്ടി വരെയായിട്ട് നിൽക്കുകയാണ്. എന്തെല്ലാം കഴിഞ്ഞു ലൈഫിൽ? സുഖം, ദുഃഖം, ലാഭം, നഷ്ടം എല്ലാം അനുഭവിച്ചില്ലേ? ഇതൊക്കെ അനുഭവിച്ചപ്പോൾ നമ്മളില്ലേ? എപ്പോഴും ആദ്യം തന്നെ ഞാൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഉണ്ടോ എന്നല്ല, ഞാൻ ഉണ്ടോ ആദ്യം നോക്കേണ്ടത്.
ഞാനുണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഐ എക്സിസ്റ്റ്. ആ എക്സിസ്റ്റൻസിലാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അതിനകത്ത് അനുഭവങ്ങൾ വന്നും നിന്നും പോയിക്കൊണ്ടിരിക്കും. ഇതിനെ നീ കാഴ്ചക്കാരനായിട്ട് കാണുക. അതിനെ ലാഭം നഷ്ടം ജയം പരാജയം നിന്നും കാണാൻ പോകരുത്. കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എല്ലാ അനുഭവങ്ങളെയും അനുഭവമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? പാപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ല. സ്റ്റഡി ആയിരിക്കും മനസ്സ് സ്റ്റഡി ആവുന്ന കാര്യം നമ്മൾ മുമ്പും പല പ്രാവശ്യം ഭഗവാൻ പറഞ്ഞു. തിദീക്ഷ വേണം. സാഹചര്യങ്ങൾ അനുകൂലമായോ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥ, അതാണ് തിദീക്ഷ. മുമ്പ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് പഴയ ആദ്യത്തെ ക്ലാസ്സിലൊന്നും. അതൊരു 3 മാസം മുന്നേ പഠിച്ച ക്ലാസ്സല്ലേ, ഞാൻ മറച്ചു നോക്കില്ല. അങ്ങനെ വായിച്ചിട്ട് നിൽക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് മറച്ചു നോക്കാം. മുമ്പ് എഴുതി വെച്ചത്. അപ്പോൾ തിദീക്ഷയാണ് വേണ്ടത്. ആധ്യാത്മിക ശാസ്ത്രം മുഴുവൻ പഠിക്കുന്നത് തിദീക്ഷയ്ക്ക് വേണ്ടി. ആർക്ക് തിദീക്ഷയുണ്ടോ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ സാഹചര്യങ്ങളെ കാണാനുള്ള കഴിവ് നേടിയെടുക്കുന്നുണ്ടോ അവൻ ജയിച്ചു ജീവിതത്തിൽ. ലാഭം നഷ്ടം ജയം പരാജയം എന്നുള്ളത് ഓരോരുത്തരുടെ ഇൻ്റർപ്രിറ്റേഷനാണ്. അത് മാത്രമേ. ഇപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി കുട്ടികൾ തോറ്റെന്ന് വിചാരിക്കാം. പേരൻസിന് സങ്കടമാണ്, കുട്ടിക്ക് സങ്കടമാണ്. ട്യൂഷൻ ക്ലാസ് നടത്തുന്നവർക്കോ അവർക്കത് ലാഭമാണ്. ഒരേറെ കിട്ടി. അവർ മാക്സിമം സഹിക്കുന്ന എന്താണ്? തോൽക്കട്ടെ. ഇത്രയും ക്ലിനിക്കും ഇതൊക്കെ ഡോക്ടർമാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെന്താ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ടാവുക? എല്ലാവർക്കും സുഖടാവണേ ഭഗവാൻ. നമ്മൾ എണീറ്റിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഒരു ദൈവം ഭഗവാനെ ദണ്ണൊന്നും വരുത്തല്ലേ. ഭഗവാൻ ആരെയും കേൾക്കുക? ഭഗവാൻ രണ്ടാളും പ്രീതിപ്പെടുത്തുന്നുണ്ട്. രണ്ടാളും ഭക്തന്മാരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സൂക്കട് ഉണ്ടാക്കി വെക്കും, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫിറ്റാക്കി വെക്കും. മെഡിക്കൽ ഷോപ്പുകാരനാണ് കിട്ടിയില്ലേ? എല്ലാവരും നല്ല ഫിറ്റായി നിൽക്കാൻ ഫിറ്റാവാനുള്ള മരുന്ന് വേറെ, അൺഫിറ്റ് ആണെങ്കിലോ അതിനുള്ള മരുന്ന് വേറെ. മെഡിക്കൽ ഷോപ്പുകാരന് മരുന്ന് കച്ചവടം വേണമെന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും വക്കീൽമാരെന്ന് വിചാരിക്കുന്നത് അടിപിടി ഉണ്ടാവട്ടെ ചെയ്യുന്നത്, എന്നാലും എൻ്റെ കഴിഞ്ഞ കൂടി നടത്തും. എല്ലായിടത്തും ഉണ്ട്. ലോകത്തിൽ ഇത് എല്ലാം ഉണ്ട്. ഇതുണ്ടെങ്കിലേ ലോകമാവുള്ളൂ. സമത്വ സുന്ദര ഇതൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ഭാവന മാത്രമാണ്. ഈ സൃഷ്ടി ഉണ്ടായതുപോലും ഇംബാലൻസ്, ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ അറിയാം തുടക്കത്തിലേ ഇത് ബാലൻസ് ഇല്ലാതെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം മുന്നിലാവുള്ളൂ. അപ്പം അത് കാരണം ഒക്കെ സുന്ദരമാവും സമത്വമാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ആദർശം മാത്രമാണ്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകില്ല. ഒരാൾക്ക് സുഖമാണ്, മറ്റാൾക്ക് ദുഃഖം തന്നെ. നമ്മൾ ഇതിനെ ലോകത്തിൻ്റെ സത്യം അതാണ്. അത് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമ്മളെ കയ്യിൽ നിൽക്കും, ഇളകില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഈ സത്യം നീ മനസ്സിലാക്കും. സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം എന്നുള്ളതൊക്കെ അനുഭവങ്ങൾ മാത്രമാണ്. ഇങ്ങനത്തെ അനുഭവങ്ങളുടെ ഒരു ശൃംഖലയാണ് ജീവിതം. ഇത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കർമ്മങ്ങളൊന്നും നിന്നെ ബാധിക്കില്ല. നിനക്ക് ദുഃഖം ഉണ്ടാകില്ല. നിന്റെ കഴിവുകൾ നഷ്ടപ്പെടാതെ നിനക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയറായി? ഭഗവത്ഗീത ഇത് നമ്മളിപ്പം ആരെങ്കിലും ഡിപ്രഷനൊക്കെ ആയിട്ട് ഒരു സൈക്കാട്രിക് ഹെൽപ്പിന് വേണ്ടി പോയി ഡോക്ടറെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 2 ഗുളിക കൊടുക്കുക. ആ ഗുളികയിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് എന്തോ തന്നു എനിക്കൊരു സമാധാനം, ഞാൻ ഓക്കെ ആവുന്നുണ്ടല്ലോ, അത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതുപോലെയൊക്കെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കും. ഇതൊന്ന് സീരിയസ് ആക്കി എന്തൊക്കെ അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞ 1 മണിക്കൂറിന് 4000 രൂപ. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചു. ഇതിന്ന് എടുത്തിട്ട് അവർ പറഞ്ഞു തരുന്നത്. ഇതിന് ഭഗവാൻ ഫീസൊന്നും വാങ്ങിയിട്ടില്ല. ഭഗവാൻ എന്താ പറഞ്ഞു? ഞാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ വേണ്ട പോലെ ചെയ്തു. എത്ര ഈ കൗൺസിലിംഗ്, സൈക്യാട്രിക് കൗൺസിലിംഗ് ഏത് ബുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. അവർ പറയുന്ന ടെക്നിക്സ് മുഴുവൻ എടുത്ത് നോക്കും. ഇതിനകത്ത് ഇതൊന്നും അന്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലതും പഠിക്കാൻ നോക്കിയതാണ്. അത് എന്തുവരെ പറഞ്ഞതിനകത്ത് ആ ഒരു ശ്ലോകം ഇതിനകത്ത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നമ്മളിത് എന്തിനോ ഒരു സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ നിൽക്കുന്നു എന്നിട്ട് വിചാരിച്ചാൽ പോലെ ജീവിതം പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ശാന്തമായിട്ട് സമാധാനമായിട്ട് പോകാം. ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഗുണം എന്താ പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ പുറത്തു വരും. ടെൻഷനും സ്ട്രെസ്സും പിടിച്ച് ഓടി നടക്കുമ്പോൾ നമ്മളെ മറന്നു പോകും. എപ്പോഴും അറിയാം, നമ്മളൊന്ന് നാമം ചൊല്ലി ഇല്ലെങ്കിൽ കുറച്ച് ജപിച്ച് ധ്യാനിച്ചൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളും ഉയർന്നു വരുന്നത്. പലർക്കും പല ആശയങ്ങളും വരുന്നത് ബാത്റൂമിലിരിക്കും. പലരും എഴുതിയിട്ടുണ്ടത്. ഈ വയലാർ കവിത എഴുതുന്ന അങ്ങനെയാണ്. വയലാറിനൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ഉള്ള സംഭവമാട്ടോ, ഇത് മോശമായിട്ട് വിചാരിക്കേണ്ട.
വയലാറിനൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് പാട്ട് വേണ്ടത്, ചൊവ്വാഴ്ച ബുധനാഴ്ച, അപ്പോൾ ഒന്ന് വാങ്ങിക്കോളൂ. ബുധനാഴ്ച വരെ മുമ്പൊരു പാട്ട് എഴുതി. ഇത് വയലാറിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞ കാര്യം പറഞ്ഞു. ബുധനാഴ്ച ആകുമ്പോൾ ഈ അസിസ്റ്റൻറ്റ് പോയിട്ട് ഓർമ്മിക്കുക, അല്ല സാറേ അയാൾ പാട്ട് എഴുതുന്ന കാര്യം അത് പറഞ്ഞിരുന്നില്ലേ, ഒരു 5 മിനിറ്റ്. എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യും, മൂപ്പർക്ക് കുറച്ച് വാട്ടീസ് അടിക്കുന്ന പരിപാടി ഉണ്ട്, അതടിച്ചിട്ടൊരു പോക്കാണ് ബാത്റൂമിനകത്ത്. തിരിച്ചു വരുമ്പോണ്ട വേർത്ത് കുളിച്ച് പാട്ട് വരുന്ന പണ്ട്. അതിലിനി ഒന്നും സെറ്റ് ചെയ്യാനില്ല, ഒക്കെ സെറ്റായ പാട്ടാണ് എഴുതി കൊടുത്തത്. ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരുന്നപ്പോൾ മൂപ്പര് പാട്ട് പുറത്തു വരും. അത്രേ ഉണ്ടായുള്ളൂ സംഭവം. നമ്മളുടെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു 90% പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ നമ്മളെ അനുഭവമാണ്. നമ്മൾക്ക് വേറെ 2 ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, നമ്മളടുത്ത് വന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മൾ സുഖമായിട്ടൊരു പോംവഴി പറഞ്ഞു കൊടുക്കും. കാരണം എന്താണ്, ആ പ്രശ്നം നമ്മൾ അലട്ടിയിട്ടില്ല, അടി അവർ തമ്മിലാണ്. അപ്പോൾ ഒരു തേർഡ് പേഴ്സണെ കാര്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും. ഈ പ്രശ്നം ഇയാൾക്കാ വന്നതെങ്കിലോ അയാൾക്ക് ഉത്തരവില്ല, അയാൾ വേറെ ആളടുത്ത് പോകണം ചോദിക്കാൻ. ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വേറെ ആളടുത്ത് പോയി ചോദിക്കും. കാരണം എന്താ, നമ്മളെ മനസ്സ് ചഞ്ചലമാണ്. എപ്പോഴും മനസ്സ് ശാന്തമാണ്, ഉത്തരം ഉള്ളിലുണ്ട്. ശാന്തമായ മനസ്സിലെ നമ്മളുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളുമായിട്ട് കണക്റ്റ് ആവും. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. അർജുനൻ്റെ എല്ലാ ചോദ്യവും ഭൗതികമായ ജീവിതമായിട്ട് ബന്ധപ്പെട്ട, ഭഗവാന്റെ എല്ലാ ഉത്തരവും ആധ്യാത്മികമായ തലത്തിലാണ്. ഭൗതികമായ പ്രശ്നങ്ങൾക്കൊക്കെ ആധ്യാത്മികമായ തലത്തിൽ നിന്ന് ഉത്തരവുണ്ട്. അതാണ് ഹിന്ദു ദർശനത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വെസ്റ്റേണേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എത്രയോ ആശ്രമങ്ങളിൽ കാണാം, ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് തമ്പടിച്ച് കൂടില്ല, അവർ തിരിച്ചു പോകുന്നില്ല. അവരോട് ചോദിച്ചാൽ ഞങ്ങളിതൊക്കെ കണ്ടു മതി, ഇത്തിരി ശാന്തി സമാധാനം ഇന്ത്യയിൽ വരുമ്പോഴേ കിട്ടും. ഇവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. ഈ ഒരു ദർശനം, ഇതിൻ്റെ അവകാശികളാണ് നമ്മൾ അങ്ങനെ സാധാരണക്കാരൊന്നുമല്ല. ഇത്രയും നല്ല ദർശനങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നു. അതിൻ്റെ അവകാശികൾ, ഹിന്ദുക്കൾ ഇതിൻ്റെ അവകാശികൾ നമ്മൾ, ഇതിന് അവകാശികളാണ് നമ്മൾ. ഇതിനൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ മന്ത്രങ്ങളിലൊന്നാണ് 38ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ചോളൂ. അത് വീണ്ടും 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 ആലോചിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ശ്ലോകം കൂടി വായിച്ച് നിർത്താം. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. സാഖ്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞത്. ഇനി കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തെ കേട്ടാലും, ഇനി ഞാൻ കർമ്മയോഗത്തെക്കുറിച്ചാണ് അർജുന പറയാൻ പോകുന്നത്. ഭഗവാൻ പറഞ്ഞ തലങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വരണം. അർജുനൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ആത്മാവ് അനശ്വരമാണ്, ദേഹം നശ്വരമാണ്, നീ ആത്മാവാണ്, അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട ഒരു തലം പറഞ്ഞു. അത് അർജുനൻ ബൗൺസർ പോയി, ഇപ്പുറ തല കയറിയില്ല അത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഒരടി താഴോട്ട് വന്നു, ജീവൻ്റെ തലത്തിൽ വന്നിട്ട് പറഞ്ഞു, അർജുന ജനന മരണങ്ങൾ ഉണ്ട് എന്നാണ് നീ വിചാരിക്കുന്നത്, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചോളൂ, എന്നാലും നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ള പ്രശ്നമില്ല. ജനിച്ച മരണമുണ്ട്, മരിച്ച ജനനമുണ്ട്, പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞു, നിനക്ക് വന്നു ചേർന്ന അവസരങ്ങളുണ്ട്, നിൻ്റെ കഴിവ് പുറത്ത് കൊണ്ടുവരാമെന്നാണ്. അപ്പം നീ അനുഭവങ്ങളെ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കും, അപ്പോഴും നിനക്ക് ദുഃഖം ഉണ്ടാവില്ല. ഭഗവത്ഗീത എന്താ പറയുന്നത്? ദുഃഖത്തിനെ അതിജീവിക്കാനാണ്. അതും ബൗൺസർ. അപ്പോൾ ഓരോ തലമാണ്. ഭഗവാൻ അതിൻ്റെ ഒരു തലത്തിലേക്ക് വന്നു, കർമ്മം ചെയ്യേണ്ട തലത്തിലേക്ക് വന്നു. ഇനി പറയാം, കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഇതുവരെ ഞാൻ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിനക്കൊരു കുന്തും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, കർമ്മത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞിട്ട് കർമ്മയോഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ കടക്കാർ പറയില്ലേ, ഈ അച്ഛാ ഹേ 3 दिन पहन के देखो सब कुछ आ जाएगा. രുദ്രാക്ഷം വിൽക്കണവർ ലോക്കറ്റ് വിൽക്കുന്നത്, ധന ആകർഷണ ഭൈരവ യന്ത്രം, അതിൻ്റെ പരസ്യം. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ധനം വരും. ആർക്ക് വരും? വിറ്റാക്ക് വരും, വാങ്ങിയാക്ക് വരും. ധനം വരണമെങ്കിൽ അധ്വാനിക്കുന്ന വേണം. സാധനം വാങ്ങിക്കൊണ്ട് വെച്ചില്ല. അങ്ങനെയാണ് കേരള നിയമസഭയിൽ ട്രഷറിയിൽ 2 ആകർഷണ യന്ത്രം കൊണ്ടുവച്ചാൽ മതി, ധനമന്ത്രി രക്ഷപ്പെട്ടു പോകും. അധ്വാനിച്ചാൽ തന്നെ ധനം വരും, യന്ത്രം കൊണ്ടുവച്ചു. പക്ഷെ ഒരു പരസ്യമുണ്ട്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ ഇതുപോലെ ഫലമുണ്ട്. ഇല്ല, ഈ
ഇപ്പം കണ്ടില്ലേ ഓരോ വഴിപാടിൻ്റെ പരസ്യമൊക്കെ വരുമ്പോൾ കണ്ടില്ലേ ഇന്ന വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും. ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എനിക്ക് നീ പഴം നിവേദിച്ച് തന്ന മോളെ കല്യാണം കഴിപ്പിച്ചു തരാം. ഇതൊന്നും ഭഗവാനായ ഒരു സ്ഥലം പറഞ്ഞു, നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഭഗവാൻ കർമ്മയോഗത്തിനെ കുറിച്ചിട്ട് ആദ്യം അതിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് കൂടി. ആദ്യം 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സാങ്കേത്യത്തെക്കുറിച്ചുള്ള അറിവ് ഞാൻ പറഞ്ഞു, ഇനി കർമ്മയോഗത്തെക്കുറിച്ച് പറയാം. കാരണം എന്താണ്? കർമ്മയോഗത്തെക്കുറിച്ച് അറിവുണ്ടായാൽ നിനക്ക് കർമ്മബന്ധത്തെ വിച്ഛേദിക്കുവാൻ സാധിക്കും. കർമ്മബന്ധം കർമ്മവാസനകളാൽ ബന്ധിക്കപ്പെടും. അത് തന്നെ നമ്മളൊരു കർമ്മം ചെയ്യും, അതിൽ അഹങ്കാരം ചേരും, അത് കർമ്മവാസനകൾക്ക് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇംപ്രഷൻ നമ്മുടെ ചിത്തത്തിലുണ്ടാവും. അതവിടെ കിട്ടും. ഈ കർമ്മം വീണ്ടും ചെയ്യുമ്പോൾ അത് വീണ്ടും ബലപ്പെടും. ഇങ്ങനെ ഇത് ബലമായി കഴിഞ്ഞാൽ അത് കർമ്മം ചെയ്യിക്കും നമ്മൾ പറഞ്ഞു. ഇതാണ് സാധാരണ ഈ അഡിക്ഷൻ വരുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യം വെറുതെ ടൈം പാസിന് എന്തെങ്കിലും ചെയ്യും, പിന്നെ ഒന്നും കൂടി ചെയ്യും. 2 പ്രാവശ്യമായപ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെടാൻ തുടങ്ങും. മനസ്സ് ചോദിക്കാൻ തുടങ്ങും അതെവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതില്ലാതെ പറ്റില്ല എന്നുള്ള സ്ഥിതി. നമ്മളായിട്ട് വാസനകൾ ഉണ്ടാക്കി വെച്ചു. എല്ലാ കർമ്മവും കർമ്മവാസനകൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് പറയും, എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങളുടെ വാസനകൾ ഉണ്ടാകുമ്പോൾ പ്രബലമാകുമ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അത്രത്തോളം പുണ്യം ഉണ്ടാകും. പുണ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തകൾ അങ്ങനെ വരും. കർമ്മവാസനകൾ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം വാസനകൾക്കനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ, കാമം എന്ന് പറയും, അത് പുറത്തേക്ക് വരും. കാമം ഉത്ഭവിക്കുന്നത് വാസനകളിൽ നിന്നാണ്. കാമം പുറത്തേക്ക് വരുമ്പോൾ അത് ആഗ്രഹങ്ങളായിട്ട് മാറും. ആഗ്രഹങ്ങളായിട്ട് മാറുമ്പോൾ എന്തുണ്ടാവും? പ്രവൃത്തിയിലേക്ക് മാറും. പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ എന്തുണ്ടാവും? വീണ്ടും അത് കർമ്മവാസന. ഈ ചക്രം, കർമ്മചക്രം, ഇതിൽ കുടുങ്ങിപ്പോവും നമ്മൾ. അഹങ്കാരം. ഇങ്ങനെ കർമ്മചക്രത്തിൽ കുടുങ്ങിയിരിക്കുന്ന അഹങ്കാരമാണ് നമുക്കൊക്കെ ഈ പേരറിയാം, അഭിമന്യു. അഭിമന്യു ചക്രത്തിനകത്ത് കയറാനേ പഠിച്ചു, ഇറങ്ങാൻ പഠിച്ചു. അപ്പോഴേക്കും ഒന്നുപോയി. നമ്മളൊക്കെ ഈ കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോയ അഭിമന്യുമാരാണ്. അഭിമന്യു മഹാഭാരതത്തിലെ കഥാപാത്രമല്ല, മിസ്റ്റർ ഐക്കുട്ടി, ഞാൻ തന്നെ നമ്മളൊക്കെ. അപ്പം എന്ത് വേണം? കർമ്മബന്ധത്തിൽ നിന്ന് പുറത്ത് ചാടാൻ പഠിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ സൂത്രത്തിൻ്റെ പേരാണ് കർമ്മയോഗം. അതുകൊണ്ട് ഞാൻ അത് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്തായാലും എന്ത് ഗുണമുണ്ട്? അതൊക്കെ ആത്മജ്ഞാനം വന്നോളും. അപ്പോൾ ഇപ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ തലത്തിൽ തർക്കം അതൊക്കെ സൈഡാക്കി, ആ ഫയലൊക്കെ എടുത്ത് സൈഡാക്കി വെക്കും. പുതിയ ഫയൽ അതിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കും. എന്താണ് കർമ്മയോഗം? നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. കർമ്മയോഗത്തിൻ്റെ ഫസ്റ്റ് ഭഗവാൻ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തരികയാണ്. എന്താണ്? ഇതിൽ ആരംഭിച്ചു കഴിഞ്ഞ പ്രയത്നത്തിന് നാശമില്ല. നീ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് മുഴുവനാക്കാതിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നത്തിൽ വരും. നീ തുടങ്ങിയതിന് പിന്നെ അത് മുന്നോട്ട് പോയിക്കോളും. പിന്നെ തുടങ്ങിയതിനെ മുഴുവനാക്കാതിരുന്നാലുള്ള ദോഷവും ഉണ്ടാകില്ല. ചില കർമ്മങ്ങൾ നമ്മൾ തുടങ്ങി പക്ഷെ മുഴുവനാക്കാൻ പറ്റിയില്ല, അത് ദോഷമാണ്. പഠിക്കാനായിട്ട് ഇറങ്ങി മുഴുവൻ പഠിച്ചില്ല, അത് നമ്മൾ മനസ്സിൽ വിഷമമായിട്ട് കിടക്കും. അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങളുണ്ടാവും. അങ്ങനെ. പക്ഷെ ഈ 2 ദോഷങ്ങളും തുടങ്ങിയിട്ട് മുഴുവനാക്കിയിട്ടില്ല എന്നുള്ള ആ പ്രശ്നം നിൽക്കില്ല. തുടങ്ങിയാൽ പൂർണ്ണമാവാതിരിക്കുക എന്നുള്ള പ്രശ്നമില്ല. ഇതൊന്ന് തുടങ്ങി കിട്ടിയാണ്. കർമ്മയോഗം നീ ആരംഭിച്ചു കഴിഞ്ഞാൽ നീ യഥാർത്ഥ പാതയിലേക്കാണ്. എത്രത്തോളം ദുഷ്ടത്തരം ഒക്കെ നീ ചെയ്തു, നോ പ്രോബ്ലം. ഈ നിമിഷം നീ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞോ, നീ രക്ഷപ്പെടും. ഇത്രയും വലിയൊരു വേറെ ഒരു ശാസ്ത്രത്തിലില്ല. നമ്മളുടെ ചിന്താഗതി ഒന്ന് മാറ്റി പിടിച്ചാൽ രക്ഷപ്പെട്ടു. അതാ ഭഗവാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഗുണം എന്താണ്? ഇത് നീ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് പോലും ഇത് നിന്നെ രക്ഷിക്കുന്നു. ചെറുതായിട്ടൊന്ന് തുടങ്ങിയാൽ മതി. വലുത് ഒന്നിച്ചൊന്നും വേണ്ട, ഒന്നും പഠിക്കണം. മഹദോ ഭയാത്. ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയം. അതിൽ ബാക്കി ഭയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മരണഭയം ഇല്ലാതെ ആവാം എന്നുള്ളതാണ് ഭഗവത്ഗീത പറയുന്നത്, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ. അപ്പോൾ അതില്ലാതെ അവിടെ എന്ത് വേണം? നീ ചെയ്യുന്ന കർമ്മങ്ങളെ ശരിയായ മനോഭാവത്തിൽ ചെയ്യാൻ തുടങ്ങും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കർമ്മത്തിലെ മനോഭാവം മാറ്റിയാൽ രക്ഷപ്പെട്ടു. ബാക്കിയൊക്കെ വിട്ടേക്കും. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് സംഭവിച്ചോളൂ. മേശേൻ്റെ കാല് വലിക്കുന്ന പോലെ ഒരു കാല് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 കാലും കൊണ്ട് പോകുന്നു. ഏതെങ്കിലും ഒന്ന് മുറുകെ പിടിക്കും. അതാണ് 40ാമത്തെ ശ്ലോകം വരെ പറഞ്ഞത്.
41 ശ്ലോകം മുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓർമ്മിച്ച് വെച്ചോളൂ നമ്പർ.